ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وما أموالكم ولا أولادكم بالتي تقربكم عندنا زلفى إلا من آمن وعمل صالحا فأولئك لهم جزاء الضعف بما عملوا وهم في الغرفات آمنون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിനു വേണ്ടി പരിശ്രമിക്കണേ, അധ്വാനിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവ്വം വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരാളുടെയും ആശ്രയമില്ലാത്തവനാണ്, സ്വയം പര്യാപ്തനാണ്. അവൻ മാത്രമാണ് സൃഷ്ടാവ്, ഖാലിഖ്. അവനല്ലാത്ത മുഴുവനും മഖ്ലൂഖുകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഖാലിഖായ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരുമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ ആശ്രയിച്ചും അവലംബിച്ചുമല്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരിക്കലും സാധ്യമല്ല. അല്ലാഹു ഇവിടെ ജീവിത വിഭവങ്ങൾ പലർക്കും പലതരത്തിലാണ് നൽകിയിട്ടുള്ളത്. ധാരാളമായി ലഭിച്ചവരും ഇടത്തരം രൂപത്തിൽ ലഭിക്കപ്പെട്ടവരും വളരെയേറെ അവശതയും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളും സമൂഹത്തിലുണ്ട്. എല്ലാ ആളുകളുടെയും പ്രയാസങ്ങളുടെയും അവശതകളുടെയും അളവനുസരിച്ച്, തോതനുസരിച്ചുകൊണ്ട് അവരിലേക്ക് സഹായഹസ്തങ്ങൾ നീട്ടണമെന്നും അവരോട് കാരുണ്യ മനസ്ഥിതിയും വാത്സല്യ മനസ്ഥിതിയും ഉണ്ടാകണമെന്നും വളരെ കണിശമായും കൃത്യമായും അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവിൽ ഏത് നിലക്കുള്ള ശക്തികളും കഴിവുകളും ഉള്ളവനാണെങ്കിലും അവന് പരലോകത്ത് അതൊക്കെ ഉപകരിക്കണമെങ്കിൽ പാവങ്ങളായ, കഷ്ടത അനുഭവിക്കുന്ന, അവശത അനുഭവിക്കുന്ന അഗതികളായ ആളുകളുടെ കാര്യത്തിൽ കൂടി ശ്രദ്ധിച്ചാലേ അവന്റെ പാരത്രികമായ വിജയം ഉറപ്പുവരുത്താനാവുകയുള്ളൂ എന്ന് അല്ലാഹു പലയിടങ്ങളിലായി ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാ ഇബാദത്തുകളുടെയും നേതാവായ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞ ഉടനെ തന്നെ
സകാത്തിന്റെ കാര്യം അല്ലാഹു എടുത്തു പറയാറുണ്ട്. അതുപോലെ തന്നെ യാ അയ്യുഹല്ലദീന ആമനൂ ർക്കഊ വസ്ജുദൂ വഅബ്ദൂ റബ്ബക്കും വസ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, നിങ്ങൾ റുക്കൂ ചെയ്യൂ, സുജൂദ് ചെയ്യൂ, നിങ്ങളുടെ റബ്ബിന് മാത്രം ആരാധനകൾ അർപ്പിക്കൂ. ശേഷം അല്ലാഹു പറയുന്നു വസ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയികളായേക്കാൻ വേണ്ടി നിങ്ങൾ നന്മകൾ പ്രവർത്തിക്കൂ. നല്ല നല്ല കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ കൈയഴിഞ്ഞ് സംഭാവനകൾ ചെയ്യാൻ, അതുപോലെ തന്നെ വിശക്കുന്നവന്റെ വിശപ്പിന് പരിഹാരം തേടാൻ, വിധവകളുടെയും അഗതികളുടെയും അനാഥകളുടെയും കണ്ണീരൊപ്പുവാൻ ആവശ്യമായ രൂപത്തിലുള്ള ഏത് പ്രവർത്തനങ്ങളിലും വിശ്വാസി ഏർപ്പെടൽ നിർബന്ധമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എല്ലാം നിർവഹിക്കുമ്പോഴും അത് അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം എന്ന് നിബന്ധനയും വെച്ചു. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുമ്പോഴും അഗതികളെ സഹായിക്കുമ്പോഴും ആവശ്യക്കാരന്റെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കുമ്പോഴും അത് മുഖേന ആളുകൾക്കിടയിൽ പേരോ പ്രശസ്തിയോ അതല്ലെങ്കിൽ തന്നിൽ നിന്ന് ദാനം, അതല്ലെങ്കിൽ തന്റെ ഹദിയ സ്വീകരിച്ചവനിൽ നിന്നുള്ള ഒരു നന്ദി വാക്ക് പോലുമോ പ്രതീക്ഷിക്കാതെ 100% അല്ലാഹുവിങ്കിൽ നിന്നുള്ള പുണ്യം മാത്രം, അവന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെക്കലാണ് അനിവാര്യമായത് എന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയിട്ടുള്ളത്, ആഹരിപ്പിച്ചിട്ടുള്ളത് അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. നിങ്ങളിൽ എന്ന ഒരു പ്രതിഫലമാകട്ടെ, ഒരു നന്ദി വാക്കാവട്ടെ, ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ആത്മാർത്ഥതയോടെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം നൽകുന്ന, ധർമ്മം ചെയ്യുന്നവന്റെ മനസ്ഥിതി അതായിരിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ സൂറത്തുൽ ഇൻസാനിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ എല്ലാ കാര്യങ്ങളിലും പ്രയാസമുള്ള ആളുകളുടെ ഒപ്പമായിരുന്നു എന്ന് ധാരാളം അറിഞ്ഞവരും കേട്ടവരും പഠിച്ചവരുമാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ വെച്ച് വഹയിന്റെ ആരംഭത്തിൽ വിശുദ്ധ ഖുർആൻ ആദ്യമായി കേട്ട അവസരത്തിൽ പേടിച്ചരണ്ട് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ ആശ്വസിപ്പിച്ച ആശ്വാസവചനം ഏറെ പ്രസിദ്ധമാണല്ലോ. ഞാൻ വല്ലാതെ പേടിക്കുന്നു, എനിക്ക് പേടി തോന്നുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് എനിക്ക് പുതപ്പിട്ട് തരൂ എന്ന് പറഞ്ഞ് ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പുതപ്പിട്ട് നൽകി. ശേഷം ആശ്വസിപ്പിച്ചു കൊടുത്ത വാചകങ്ങൾ പ്രസിദ്ധമാണ്. കല്ലാ വല്ലാഹി മാ യുഖ്സീക അല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹിം വതഹ്മിലുൽ കല്ലാ വതക്സിബുൽ മഅദൂമ വതഖ്രിൽ ളൈഫ് വതുഈനു അലാ നവാഇബിൽ ഹഖ്. താങ്കളെ ഒരിക്കലും ഒരു കാലത്തും അല്ലാഹു ഒരിക്കലും താങ്കളെ നിന്ദിക്കുകയില്ല, അപമാനിക്കുകയില്ല. കാരണം താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നയാളാണ്. പാവങ്ങളുടെയും അഗതികളുടെയും അനാഥകളുടെയും കാര്യത്തിൽ ഏറ്റെടുക്കുന്ന വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ധാരാളമായി കൈയഞ്ഞ് ഉള്ളതിൽ നിന്ന് സംഭാവന നൽകുന്നയാളാണ്. അതിഥിയെ ആദരിക്കുന്നയാളാണ്. കാലവിപത്തുകൾ ബാധിച്ച ആളുകളെ സഹായിക്കുന്നയാളാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ എണ്ണിപ്പറഞ്ഞത് മുഴുവനും പരോപകാരത്തിന്റെ പ്രാധാന്യമായിരുന്നു. പരോപകാരത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉണർത്തിയ വചനങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഐഹികമായ ജീവിതത്തിൽ വെച്ച് പോലും നാം ചെയ്യുന്ന നമ്മുടേതായ ദാനധർമ്മങ്ങൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെയും അല്ലാഹു നമുക്ക് പ്രതിഫലം തരുന്നുണ്ട്. അപമാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ധർമ്മം കാരണമാകുന്നു. അപകടങ്ങളിൽ നിന്ന് മുക്തമാവാൻ ധർമ്മം കാരണമാകുന്നു. പ്രയാസങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ ദാനധർമ്മം കാരണമാകുന്നു. പരലോകത്ത് പ്രതിഫലമാകട്ടെ ഇതിനേക്കാളെല്ലാം മികച്ചത് വരാനൊരുമിക്കുന്നു. മഹാനായ മൂസ നബി അലൈഹിസ്സലാം വെള്ളം കിട്ടാതെ വിഷമിച്ച 2 സഹോദരിമാരെ സഹായിച്ചത് പരോപകാരം എന്നതിന്റെ പ്രാധാന്യം എന്ന നിലക്ക് നാം കൂട്ടി വായിക്കേണ്ടതാണ്. ദുൽഖർനൈൻ എന്ന് പറയുന്ന മഹാനായ ഒരു രാജാവ് ഒരു നാട്ടുകാർക്ക് ഫ്രീയായി സൗജന്യമായി കൊണ്ട്
ഒരു മതിൽ നിർമ്മിച്ചു കൊടുത്ത് അവരുടെ പ്രശ്നത്തിന് എന്നേക്കുമായി പരിഹാരം തേടിക്കൊടുത്തത്. എന്നും വെള്ളിയാഴ്ചകളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിലൂടെ നാം ഓർത്തുകൊണ്ടിരിക്കുന്ന സഹജീവികളോടുള്ള മറ്റുള്ളവരോടുള്ള ഉപകാരം ചെയ്യുന്നതിന്റെ പുണ്യം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വസ്തുതയാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഏത് ദിവസവും എല്ലാ സന്ദർഭങ്ങളിലും തനിക്കാവുന്നത്ര നന്മകളിൽ മുന്നേറുവാൻ വേണ്ടി താൽപര്യം കാണിച്ചിരുന്ന വ്യക്തിത്വമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് നടത്തിയ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, ആരാണ് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പുകാരനായിട്ടുള്ളത്? ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പെടുത്ത ആളാരാണ്? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അനാ യാ റസൂലല്ലാഹ്, ഞാനാണ്, എനിക്കിന്ന് നോമ്പുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ജനാസയെ പിൻപറ്റിയവനാരുണ്ട്? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാനുണ്ട്. ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനാ, ഒരഗതിക്കെങ്കിലും ഭക്ഷണം കൊടുത്തവർ ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാനുണ്ട്. ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദാ, ഇന്നത്തെ ദിവസം ഒരു രോഗിയെങ്കിലും സന്ദർശിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാനുണ്ട് പ്രവാചകരെ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഅന ഫി ഇംരിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഏതൊരു വിശ്വാസിയിൽ, ഏതൊരു മനുഷ്യനിൽ ഈ സ്വഭാവങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, തനിക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങളൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏതെങ്കിലും നിലക്ക് വിനിയോഗിക്കുവാൻ ആരൊക്കെ മുൻകൈയെടുക്കുന്നുവോ അധ്വാനിക്കുന്നുവോ അതിന്റെ പ്രാധാന്യവും പ്രത്യേകതയുമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുത്തോട് തങ്ങളുടെ സമ്പത്തിന്റെയും സന്താനങ്ങളുടെയും കാര്യത്തിൽ മേനി നടിച്ച ആളുകളോട് മറുപടി പറയാൻ പറഞ്ഞു. അവർ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, നഹ്നു അക്തറു അംബാലൻ വഔലാദ, ഞങ്ങൾക്ക് ധാരാളം സമ്പത്തുണ്ട്, ഞങ്ങൾക്ക് ധാരാളം ധനം കൊണ്ട് മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ച് മക്കളുടെയും ധനത്തിന്റെയും ഒക്കെ പേരിൽ പൊങ്ങച്ചം പറഞ്ഞ് അതുകൊണ്ട് തന്നെ പരലോകത്ത് ഞങ്ങൾക്ക് ശിക്ഷയുണ്ടാവില്ലെന്ന് പറഞ്ഞവരോട് അല്ലാഹു തആല അറിയിക്കാൻ പറഞ്ഞു, വമാ അംവാലുക്കും, നിങ്ങളുടെ മുതലുകളല്ല, വലാ ഔലാദുക്കും, നിങ്ങളുടെ സമ്പത്തുമല്ല, നിങ്ങളുടെ സന്താനങ്ങളുമല്ല, ബില്ലത്തി തുഖർരിബുക്കും ഇൻദനാ സുൽഫാ, ഒരിക്കലും അത് നിങ്ങളുടെ അടുക്കൽ നിങ്ങളെ നമ്മോട് അടുപ്പിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതല്ല. പരലോകത്തെത്തുമ്പോ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ ഒന്നും എന്റെ അടുക്കലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന കാര്യങ്ങളാണെന്ന് നിങ്ങളാരും തെറ്റിദ്ധരിച്ചു പോകണ്ട. എന്നാൽ ഇല്ലാമൻ ആമന വഅമില സാലിഹാ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും ഒഴികെ ഈമാനുള്ളവർക്കും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്കും മക്കൾ മുഖേന ഉപകാരം കിട്ടും, സമ്പത്ത് മുഖേന ഉപകാരം കിട്ടും. എനിക്കൊരുപാട് സമ്പത്തുണ്ട്, മക്കളുണ്ട്, അതുകൊണ്ട് പരലോകത്ത് വിജയിക്കാനാവില്ല. പരലോകത്ത് വിജയിക്കാനാവണമെങ്കിൽ യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച് ഈ സമ്പത്ത് അല്ലാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിലേക്ക് വിനിയോഗിച്ച് ഈ സന്താനങ്ങൾ മുഖേന അള്ളാഹുവിന്റെ പൊരുത്തം തനിക്ക് ലഭിക്കുന്ന നിലക്ക് ആ നിലക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ അവർ പ്രവർത്തിച്ചതിന്റെ ഇരട്ടിയായി കൊണ്ട് അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകും. വഹും അവർ ഫിൽ ഗുർഫാതി ആമിനൂൻ, സ്വർഗീയമായ മണിമാളികകളിൽ അവർ നിർഭയരായി കഴിഞ്ഞുകൂടുന്നതാണ്. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ഈമാനും അമലു സ്വാലിഹാത്തും മുഖേന സമ്പത്തും സന്താനങ്ങളെയും ഒക്കെ ഉപയോഗപ്പെടുത്തിയാൽ, അതാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ മരിച്ചാലും ബാക്കിയാകുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് പറഞ്ഞത് സദഖ ജാരിയ, നിന്റെ ജീവിതകാലത്ത് നീ കൊടുത്ത ധർമ്മങ്ങളാണ്. നിലനിൽക്കുന്ന ആ ധർമ്മം, അതുപോലെ തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. അപ്പൊ പരലോകത്ത് സന്താനങ്ങളെ കൊണ്ട് സമ്പത്തിനെ കൊണ്ട് ഉപകാരം കിട്ടുന്നത്
അത് ഈമാനിന്റെയും അമലു സ്വാലിഹാത്തിന്റെയും മാനദണ്ഡമനുസരിച്ച് ഇവിടെ വെച്ച് ഉപയോഗപ്പെടുത്തിയവർക്ക് മാത്രമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ ഖുർആനിലെ ഈ വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല പരലോക രക്ഷയും അവിടുത്തെ വിജയവുമൊക്കെ പരോപകാരത്തിന്റെ മേൽ കണക്ട് ചെയ്യപ്പെട്ടുകൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഒരു സത്യവിശ്വാസിയുടെ ഐഹികമായ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രയാസങ്ങൾ ആരെങ്കിലും ഇല്ലായ്മ ചെയ്താൽ പരലോകത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ വിഷമങ്ങൾക്ക് നിവൃത്തി വരുത്തി കൊടുക്കുന്നതാണ്. ധാരാളമായി നമ്മൾ കേൾക്കുന്ന വചനമാണ്. വമൻ യസ്സറ അലാ മുഅ്സിരിൻ, ഞെരുക്കമുള്ള ഒരാൾക്ക് ആരെങ്കിലും എളുപ്പം ചെയ്തു കൊടുത്താൽ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും അല്ലാഹു അവന് എളുപ്പം പ്രദാനം ചെയ്യും. വമൻ സതറ മുസ്ലിമ, ഒരു മുസ്ലിമിന്റെ ന്യൂനതകളെ ആരെങ്കിലും മറച്ചുവെച്ചാൽ സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും അല്ലാഹു അവന്റെ പോരായ്മകളെയും മറച്ചുവെക്കും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി, അല്ലാഹു ഒരു അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും. മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, ഒരാൾ തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലമത്രയും. ഇതൊക്കെ നമുക്കിങ്ങനെ കേവലം പറഞ്ഞ് കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ തള്ളിക്കളയാനുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനിക്കേണ്ടുന്ന വചനങ്ങളാണ്. എത്രത്തോളം മനുഷ്യനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അഹബ്ബുൻ നാസി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ മനസ്സിലേക്ക് നീ ഒരു സന്തോഷം കടത്തിവിടലാണ്. പ്രയാസമനുഭവിക്കുന്ന, ദുഃഖമനുഭവിക്കുന്ന, സങ്കടമനുഭവിക്കുന്ന ഒരു മുസ്ലിമിന്റെ മനസ്സിലേക്ക് ഒരൽപ്പം സന്തോഷം നിന്റെ ഒരു പ്രവൃത്തി മുഖേന നിനക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ അല്ലാഹുവിങ്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണത്. അല്ലെങ്കിൽ അവന്റെ ഒരു പ്രയാസത്തിൽ നിന്ന് അവന് മുക്തനാക്കൽ, അതല്ലെങ്കിൽ കടം കൊണ്ട് വലഞ്ഞവന്റെ കടത്തിൽ നിന്ന് ഒരു പ്രയാസം കൊടുക്കൽ, വിശപ്പ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവന് ആഹാരം നൽകൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാചകം എപ്പോഴും നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണുണ്ട്. കാശ് കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും ഉംറക്ക് പോവുക, അതല്ലെങ്കിൽ മദീനത്തെ പള്ളിയിൽ പോയി ഇത്തിക്കാഫിരിക്കുക, അതിനോളം പുണ്യം വേറൊന്നിനുമില്ല. തന്റെ തൊട്ട അയൽവാസിയുടെ കാര്യം ശ്രദ്ധിക്കാതെ പോവുകയാണ്. നാട്ടിലുള്ള ത്യാഗമനുഭവിക്കുന്ന, പ്രയാസമനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്നവന്റെ പ്രയാസങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് സൗകര്യം കിട്ടുമ്പോഴൊക്കെ പോവുകയാണ്. അവിടെ ഇത്തിക്കാഫിരിക്കുക, അത് നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു വാചകം നമ്മുടെ മനസ്സിൽ നമ്മൾ മറന്നു പോകരുത്. വല അൻ നംശിയ മഅ അഖിൻ ഫീ ഹാജത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദി ശഹ്റാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ ഏതെങ്കിലും ഒരു സഹോദരന്റെ ഏതെങ്കിലും ഒരാവശ്യം നിവർത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ അവന്റെ കൂടെ നടക്കുന്നത്, ഏതെങ്കിലും ഒരു സഹോദരന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഞാൻ അവന്റെ കൂടെ പോകുന്നത്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ ഞാൻ സഹായിക്കുന്നത്, അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, മിൻ അൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദി ശഹ്റാ, ഈ മദീനത്തെ പള്ളിയിൽ ഒരു മാസം ഞാൻ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആവശ്യമുള്ള ഒരാളുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നതാകുന്നു. ഇത് സമൂഹത്തിൽ പല ആളുകളും മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ധാരാളം ഹജ്ജ് നിർബന്ധാണ്, ഉംറ നിർബന്ധാണ്, അതൊക്കെ നിർബന്ധാണ്. ഹജ്ജ് നിർബന്ധാണ്, ഉംറ നിർബന്ധാണ്, അത് അധികരിപ്പിക്കലൊക്കെ കാര്യമാണ്. പക്ഷേ അങ്ങനെ ഉംറക്ക് ധാരാളം പോകുമ്പോ മദീനത്തെ പള്ളിയിലും ഹറമിലൊക്കെ പോയി ഇത്തിക്കാഫിരിക്കാൻ വേണ്ടി പോകുമ്പോ തന്റേതായ അറിവിലും തന്റേതായ നോട്ടത്തിലും തന്റേതായ കൺമുമ്പിലും
ഒരുപാട് ആളുകൾ കിടപ്പാടമില്ലാതെ, വീടില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, ചികിത്സക്ക് പണമില്ലാതെ കഷ്ടപ്പെടുന്ന രോഗികൾ, നിരാലംബരായ വിധവകൾ, പാവപ്പെട്ട അനാഥകൾ, അഗതികൾ, ആരോടും തങ്ങളുടെ പ്രയാസങ്ങൾ പറയാതെ മറച്ചുവെക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ സങ്കീർണതകളുടെ നടുവിൽപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പെടുന്ന ആയിരങ്ങൾ, അവർക്കിടയിൽ നിന്നാണ് നാം ഫ്ലൈറ്റ് കയറിപ്പോകുന്നത്. അവർക്കിടയിൽ നിന്നാണ് നാം ഇങ്ങനെ ഈ കാര്യത്തിന് പോകുന്നത്. നാം ആലോചിക്കണമെന്നേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ധാരാളമായി കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത് ചിന്തിക്കണം, നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരു മാസക്കാലം ഈ മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും ഞാനേറെ ഇഷ്ടപ്പെടുന്നത് ഒരു പ്രയാസമനുഭവിക്കുന്നവന്റെ പ്രയാസത്തിന് വേണ്ടി ഞാൻ അവന്റെ കൂടെ പോകലാണ്, അതല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ മഹാനവറുകൾ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനിടയിൽ അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുമ്പോ റിപ്പോർട്ടിൽ നമുക്ക് കാണാം, മഹാനവറുകളോട് ചോദിക്കപ്പെട്ടു, ഇഅ്തികാഫിരിക്കുന്ന നിങ്ങളെന്തേ പുറത്തിറങ്ങി നടക്കുന്നത്? ആ സമയത്തും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഈ മറുപടി പറഞ്ഞതായി ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ശ്രദ്ധ പതിയേണ്ട കാര്യങ്ങളാണ്. നാം വിചാരിക്കും നമ്മൾ നമ്മുടേതായ ജീവിതത്തിന്റെ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും നടുവിൽ ജീവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാണ് ആർക്കും ലോകത്ത് അങ്ങനെ പ്രയാസമൊന്നുമില്ല, ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നുമല്ല, ഇപ്പൊക്കെ എല്ലാവരും സുഭിക്ഷരാണെന്ന്. പക്ഷേ കണ്ണ് തുറന്ന് കാത് തുറന്ന് കാണാനും കേൾക്കാനും നമ്മൾ തയ്യാറായാൽ ആയിരങ്ങൾ ഇന്നും നമുക്ക് നടുവിലുണ്ട്, നമുക്ക് ചുറ്റുഭാഗത്തുമുണ്ട്. ഒരു സംശയവും ആ വിഷയത്തിൽ വേണ്ട. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടോ, വമൻ മശാ മഅ അഖീഹി ഫീ ഹാജത്തിൻ ഹത്താ തതഹയ്യ ലഹു അസ്ബതല്ലാഹു ഖദമഹു യൗമ തസൂലുൽ അഖ്ദാം. തന്റെ സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി കൂടെ നടക്കുന്നവൻ, ആ സഹോദരന്റെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കുന്നവൻ, അവന്റെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് വരെ അവന് വേണ്ടി പരിശ്രമിക്കുന്നവൻ, അസ്ബത്തല്ലാഹു ഖദമഹു, അവന്റെ കാലുകളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. യൗമ തസൂലുൽ അഖ്ദാം, കാലുകളൊക്കെ പേടിച്ചരണ്ട് വിറകൊള്ളുന്ന പരലോകത്തെ ദിവസത്തിൽ അവന്റെ കാലുകൾക്ക് വിറയില്ലാതെ വിറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകും എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് ദീൻ എന്ന് പറയുന്നത് നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഉംറയും മാത്രമാണെന്ന് ധരിക്കരുത്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. ദീനിനെ കളവാക്കിയവനെ, മതത്തെ നിഷേധിച്ചവൻ ആരെന്ന് നീ കണ്ടുവോ? ആരെന്നാ പറഞ്ഞത്? അല്ലദീ യദ്ഉൽ യതീം, അനാഥയെ അകറ്റിക്കളയുന്നവനാണ്. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ വിശപ്പിന് പരിഹാരം കാണാൻ സ്വയം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല മറ്റൊരാളെ പ്രോത്സാഹിപ്പിക്കാൻ പോലും മനസ്സില്ലാത്തവനാണ് എന്ന് പരിശുദ്ധ ഖുർആനാണ് നമ്മോട് ഉണർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഇബാദത്തുകൾ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അതുപോലെ തന്നെ നമ്മുടേതായ റുക്കൂ, സുജൂദ്, എല്ലാത്തിന്റെയും കൂടെ അല്ലാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഊ വസ്ജുദൂ വഅബ്ദൂ റബ്ബക്കും വഫ്അലുൽ ഖൈർ ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിജയം നേടുവാൻ അതുകൂടി ആവശ്യമാണെന്നാണ് അല്ലാഹു അറിയിച്ചിരിക്കുന്നത്. ഇത് മുഖവിലക്കെടുത്തുകൊണ്ട് നാം ചുറ്റുപാടും ശ്രദ്ധിക്കുക, വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കെല്ലാം അതിന് തൗഫീഖ് നൽകിക്കൊണ്ട് കരുണയുള്ള മനസ്സിന്റെ ഉടമകളാക്കി അല്ലാഹു നമ്മെ പരിവർത്തിപ്പിച്ച് നമ്മയെല്ലാം ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാഹ് والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരോപകാരത്തിന്റെയും ധർമ്മത്തിന്റെയും ഉള്ളതിൽ നിന്ന് ചെലവഴിക്കുന്നതിന്റെയും അതെത്രത്തോളം സ്വകാര്യമായി നിർവഹിക്കാനാവുമോ
അങ്ങനെയൊക്കെ നിർവഹിക്കുന്നതിന്റെയും ഒക്കെ മഹത്വം അള്ളാഹു അവന്റെ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിലൂടെയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ ആളുകൾ മുഖം കുത്തി വീണ് ആ നരകാഗ്നിയിൽ കിടന്നുകൊണ്ട് വെന്തുരുകുമ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാ സലകകും ഫീ സഖർ, എന്തേ ഈ കത്തിയാളുന്ന നരകാഗ്നിയിൽ നിങ്ങൾ പ്രവേശിക്കാൻ, നിങ്ങളെ അതിൽ പ്രവേശിപ്പിച്ചത് എന്താണ്, എന്ത് കാരണമാണ്? അവര് പറയുന്ന മറുപടി, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായില്ല, ഞങ്ങൾ നമസ്കരിക്കുന്നവരിൽപ്പെട്ടവരായിരുന്നില്ല. അതിന്റെ ചുവടെ ചേർത്ത് പറയുന്നു, വലം നകു നുത്ഇമുൽ മിസ്കീൻ, അഗതിക്ക് ആഹാരം കൊടുക്കുന്നവരുമായിരുന്നില്ല, അഗതിയുടെ വിശപ്പിന് പരിഹാരം കാണാനും ഞങ്ങളുണ്ടായില്ല. നരകത്തിലേക്ക് വലിച്ചെറിയാൻ പറയപ്പെടുന്നവരുടെ കാര്യത്തിൽ പറഞ്ഞിടത്തും ഖുദൂഹു ഫഖുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു സുമ്മ ഫീ സിൽസിലത്തിൻ ദർഹാ 70 ദിറാം ഫസ്ലുകൂഹു, ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് അവരെ കെട്ടിവരിഞ്ഞ് നരകത്തിലേക്ക് വലിച്ചെറിയൂ എന്ന് പറയപ്പെടുന്ന അത്തരത്തിലുള്ള പാപികളെ പറ്റിയും അല്ലാഹു പറയുന്നത്, ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. മഹാനായ അല്ലാഹുവിൽ അവൻ വിശ്വസിച്ചില്ല, മിസ്കീനിന് ഭക്ഷണം കൊടുത്തില്ലെന്ന് മാത്രമല്ല, കൊടുക്കാൻ കഴിയില്ലെങ്കിൽ കൊടുക്കാൻ കഴിവുള്ളിടത്തേക്കൊന്ന് ചൂണ്ടിക്കാണിച്ച് അതിനുവേണ്ടി ഒരു പ്രോത്സാഹനം കൊടുക്കാൻ വരെ അവൻ ഉണ്ടായില്ല. വലാ യഹുദ്ദു, കൊടുത്തില്ല എന്നല്ല, കൊടുക്കാൻ പറഞ്ഞതുമില്ല, അതിന് പ്രോത്സാഹിപ്പിച്ചത് പോലുമില്ല. നരകാഗ്നിയിൽ വന്ന് വീഴുന്ന ആളുകൾ വീഴാനുള്ള കാരണങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞ കാരണമാണ് നമ്മൾ ഈ കേട്ടത്. അതുകൊണ്ട് അല്ലാഹു പറയാണ്, ഉള്ളതില്ലെന്ന് ചെലവഴിക്കുന്നതെന്തും അതേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. വമാ അൻഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും അതാണ് ബാക്കിയാകുന്നത്, അതാണ് പകരമായിട്ട് അവിടെ കിട്ടാൻ പോകുന്നത്. അല്ലാഹുവാണ് ഏറ്റവും കൂടുതൽ നൽകുന്നവരിൽ ഉത്തമൻ. ബാക്കിയാകുന്നത് അത് മാത്രമാണ്. എന്തേ കൊടുത്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു ഖുത്ബയിൽ സൂചിപ്പിച്ചത് നമ്മുടെ മനസ്സിലുണ്ടാകും. നമ്മളൊക്കെ സ്നേഹിക്കുന്നത് സ്വന്തം മുതലിനെ അല്ല, അന്യന്റെ മുതലിനെയാ സ്നേഹിക്കുന്നത്. കൊടുക്കാതെ പിടിച്ചു വെക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ഇങ്ങനെ ബാക്കിയാക്കാൻ. എന്നിട്ട് എത്രയുണ്ട് ബാലൻസ് എന്നാ പരിശോധിക്കുന്നത്. ഡെപ്പോസിറ്റിൽ എത്ര ബാലൻസ് ഉണ്ട്, ആ ബാലൻസ് വാസ്തവത്തിൽ അതവിടെ ബാക്കിയാക്കിയിട്ട് നമ്മളൊന്ന് മരിക്കാണ്. ആ ബാലൻസ് ആർക്കാ? എനിക്കുണ്ടോ? നിങ്ങൾക്കുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കുമില്ല. അത് അവകാശികൾ കൊണ്ടുപോയി. അതുകൊണ്ടാ മനുഷ്യനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു, മാലി മാലി, എന്റെ മുതല് എന്ന് പറഞ്ഞു മനുഷ്യനോടുന്നു. എടോ, നിന്റെ മുതലിൽ നിന്ന് നിനക്ക് എന്താ ഉപകരിച്ചത്? തിന്നാൽ അത് കിട്ടി, അത് നശിച്ചുപോയി. ഉടുത്തത് അതൊന്ന് ഉരുമ്പിപ്പോയി. നീ വല്ലതും ധർമ്മം ചെയ്താൽ ചില റിപ്പോർട്ടിൽ അത് മാത്രം നിനക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് ബാക്കിയായി. മറ്റതൊക്കെ പോയി, മറ്റതെല്ലാം പോയി. എന്താണോ കൊടുത്തത് അത് മാത്രം ഡെപ്പോസിറ്റ്, അത് മാത്രം ബാലൻസ് ഷീറ്റിൽ ബാക്കി, അത് മാത്രം അതെല്ലാം പോയി. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് അങ്ങനെ എപ്പോഴും ആടുമാംസമൊന്നും കഴിക്കാൻ കിട്ടാറില്ല. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വീട്ടിലേക്ക് ഒരു ആട് കിട്ടി. ആ ആട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഏൽപ്പിച്ച് അറുത്തു കൊടുത്ത് അതിന്റെ മാംസം തയ്യാറാക്കിയിട്ട് അയൽക്കാർക്കിടയിൽ വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് കയറിയപ്പോ വീട്ടിലേക്ക് വന്ന് ഏൽപ്പിച്ചതുപോലെ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ അയൽവാസികൾക്ക് ആട് മാംസം ഒക്കെ വിതരണം ചെയ്തിരിക്കുകയാണ്. കൊത്തിമുറിച്ച് കഷ്ണങ്ങളാക്കി വിതരണം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗം ഉണ്ടായിരുന്നു, അതിന്റെ കാലിന്റെ ഒരു കുറുകിന്റെ ഒരു ഭാഗം, അത് മാത്രം അവിടെ ബാക്കി വെച്ചു. വീട്ടാവശ്യത്തിന് കറി വെക്കാനും അതുകൊണ്ട് കൂട്ടാനുണ്ടാക്കാനൊക്കെ വേണ്ടി ആയിഷ റളിയല്ലാഹു തആല അൻഹ ബാക്കി വെച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അള്ളാന്റെ റസൂലെ, നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം കൊടുത്തു, ഇനി ബഖിയ ഇല്ല ദിറാർ, അതിന്റെ കുറവിന്റെ ഒരു ഭാഗം മാത്രം ബാക്കിയുണ്ട് നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂൽ പറയാണ്, എല്ലാം പോയി, കുല്ലുഹാ ബഖിയ ഇല്ല ദിറാർ,
ഇല്ലദ്ദിറാർ. കൊടുത്തത് മുഴുവൻ ബാക്കിയുണ്ട്. ഇവിടെ ഉള്ളതാപ്പ നമുക്കില്ലാത്തത്. എന്താണ് പറഞ്ഞത്? എല്ലാം ബാക്കിയുണ്ട്. ആയിഷ കുല്ലുഹാ ബഖിയ, ആ ആടുമാംസത്തിൽ നിന്ന് എല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇല്ലദ്ദിറാർ, നമുക്ക് ഉപയോഗത്തിന് വേണ്ടി മാറ്റിവെച്ച ഈ കുറകല്ലാതെ അത് നമ്മൾ ഉപയോഗിച്ചു, അത് കഴിഞ്ഞു പോകും. ആ കൊടുത്തതുണ്ടല്ലോ, അതാണ് ഇപ്പൊ നമുക്ക് ബാക്കിയുള്ളത്. എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരന്മാരെ? എന്താണോ കൊടുത്തത് അതേ ബാക്കിയുള്ളൂ. നമ്മൾ ഈ പിശുക്കി വെച്ച് കൊടുക്കാതിരിക്കുന്നതൊക്കെ ആർക്ക് വേണ്ടിയാ? ഒക്കെ ബാക്കി വെക്കാണ്. അത് മറ്റുള്ളവർ കൊണ്ടുപോകാണ്. നിനക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചു? അതാ സദഖ ജാരിയ എന്നൊക്കെ പറഞ്ഞത്. അതേ ബാക്കി ഉണ്ടാകൂ. അതേ നിനക്ക് പ്രതിനിധിയായി നിനക്ക് നാളെ പരലോകത്തുണ്ടാകൂ. ഖബറിലും അത് മാത്രമാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ബാക്കിയുള്ളത്. കൊടുത്തത് മാത്രം ബാക്കി. ഒരു മയ്യത്തിന്റെ കൂടെ 3 എണ്ണം പിന്നാലെ പോകുന്നുണ്ട്. അവന്റെ സമ്പത്തിന്റെ അവകാശികളുണ്ട്, കുടുംബങ്ങളുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ എല്ലാം പിരിഞ്ഞു പോരും. ബാക്കിയാകുന്നതെന്താ? അമലുഹു, അവന്റെ കർമ്മം. എല്ലാം മുതലും പോയി. കൊടുത്തത് ബാലൻസ് ഷീറ്റിൽ ബാക്കി. ഖബറിലുള്ളതെന്താ? നമ്മൾ കൊടുത്ത ധർമ്മം, അള്ളാന്റെ മാർഗത്തിലേക്ക് കൊടുത്തിട്ടുള്ള ധർമ്മം. അത് ഏത് വിധത്തിൽ ഇഖ്ലാസോടെ നിർവഹിച്ചോ അത് മാത്രം ബാലൻസ് ഷീറ്റിൽ ബാക്കി. അത് മാത്രം ഡെപ്പോസിറ്റ്. വെറുതൊക്കെ പോയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ഈ രംഗത്ത് തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. നരകീയ ചൂടിൽ നിന്ന് ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു കാരക്കയുടെ കീന്തുകൊണ്ടെങ്കിലും നരകത്തിന്റെ ചൂടിനെ തടുത്തുകൊള്ളുക. ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ആ ഒരു ധർമ്മ ദാന മനസ്ഥിതിയും കാരുണ്യ മനസ്ഥിതിയും കഴിയുന്നത്ര സ്വകാര്യമായിക്കൊണ്ട് പരസ്യമാക്കേണ്ടിടത്തു മാത്രം പരസ്യമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നാം ആ രംഗത്താവുന്നത് ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ രക്ഷയും കാവലും നമുക്കുണ്ടായി തീരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ അടുത്ത ദിവസങ്ങളിലായി ഇന്നും മരണപ്പെട്ട സഹോദരങ്ങളുണ്ട്, ഇന്ന് മരണപ്പെട്ടവരുമുണ്ട്. അള്ളാഹുവെ, എല്ലാവരുടെയും ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണമേ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കണമേ നാഥ. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട്, തൗഹീദിന്റെ വചനം ഉച്ചരിച്ചുകൊണ്ട്, നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട്, സന്തോഷ വാർത്തകൾ കേട്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന നല്ലവരിൽ ഈ ഞങ്ങൾ പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.